ഈ കേരള രാഷ്ട്രീയം കഴിഞ്ഞ വർഷം എന്തായിരുന്നു, പുതുവർഷത്തിൽ എന്താകും എന്നൊരു വിലയിരുത്തലാണ്. ഇതൊരു വലിയ തുടർച്ചയാണ്. പക്ഷെ നമ്മൾ ഈ 2 വർഷം 2023 അത് 24 കടന്ന ഈ ഒരു രാത്രി കഴിഞ്ഞ അടുത്ത പ്രഭാതം പകൽ ആകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ വർഷം, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിലാദ്യം വരുന്നത് ഈ പുതുവർഷത്തിൻ്റെ തലേന്ന് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ ആദ്യം എടുക്കാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഒരു പ്രസ്താവന ഇറക്കി. കോൺഗ്രസിൽ പ്രതീക്ഷകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പണ്ട് 2 ഗ്രൂപ്പായിരുന്നു, ഇപ്പം 5 ഗ്രൂപ്പായി. അതിനകത്ത് ഉപഗ്രൂപ്പുകൾ. 2 വർഷമായി ഈ വിഷയം ഞാൻ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ ഉൾപ്പെടെ ഉന്നയിച്ചു. ഇത് പരിഹരിക്കണം, കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം, ഗ്രൂപ്പീസ് അവസാനിപ്പിക്കണം. പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, സോണിയാഗാന്ധിയോട് പറഞ്ഞു, ഒരു നടപടിയില്ല. അപ്പോൾ കോൺഗ്രസ് എന്താണെന്ന്, വരാൻ പോകുന്ന കോൺഗ്രസ് എന്താണെന്ന്, 2024 കോൺഗ്രസ് എന്താണെന്ന് VM സുധീരൻ തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി ഈ VM സുധീരൻ പറഞ്ഞതിനോട് K സുധാകരൻ KPCC പ്രസിഡന്റ് പ്രതികരിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം പാർട്ടി വിട്ടില്ലേ, ഇപ്പം പാർട്ടിയിലില്ലല്ലോ. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, VM പാർട്ടി വിട്ടു എന്നാണോ? അല്ല, എന്നോട് പാർട്ടി വിട്ടു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പം സുധാകരൻ തിരുത്തി. അതായത് നിലപാടുകളില്ലാത്ത ഒരു നേതാവിനെയാണ് നമ്മൾ കാണുന്നത് 2024 കോൺഗ്രസിൻ്റെ തലപ്പത്ത്. തിരുത്തിയിട്ട് പറഞ്ഞു അത് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഒരാൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി വിട്ടു എന്നാണ് അതിനർത്ഥം. VM സുധീരൻ അത് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനുള്ള മറുപടി സുധീരൻ്റെ പ്രസ്താവനയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ KPCC ആയിട്ട് ഞാൻ സഹകരിക്കില്ല, ഈ KPCCയുടെ പോക്ക് ശരിയല്ല. പക്ഷെ ഞാൻ ജില്ലാ പരിപാടികളിൽ, DCCയുടെ പരിപാടികളിൽ ഒക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ VM സുധീരൻ പാർട്ടി വിട്ടിട്ടില്ലല്ലോ. പിന്നെ പ്രസിഡന്റ് എന്താ ഇങ്ങനെ പറയുന്നത്? KPCC പ്രസിഡന്റ്. ഇതാണ് കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ സൂചകമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കോൺഗ്രസിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് 2024 വയ്ക്കാനില്ല. കാരണം ലോക്സഭ ഇലക്ഷനാണ് ഈ പുതുവർഷത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോക്സഭ ഇലക്ഷനാണ്. അത് ഏത് സമയം പ്രഖ്യാപിക്കാം. മാർച്ച് മാസത്തിൽ ഇലക്ഷൻ നടത്താനാണ് എല്ലാ സാധ്യതയും. അവിടെ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നു. ഇനി CPIMലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPIM ആണ്. അത് കഴിഞ്ഞാൽ കോൺഗ്രസ്. CPIMൻ്റെ പാർട്ടി ശരീരം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോവുകയും ചെയ്ത നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത, VSനെയും പിണറായിയെയും ദ്വന്ദ്ങ്ങളാക്കി മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയതയെ ഓരോ കോണിലും അത് അറുത്തറുത്തറുത്ത് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ എടുത്ത ധീരമായ നിലപാടുകൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായല്ലോ. ഇപ്പം CPIMൽ ഗ്രൂപ്പിസം ഉണ്ടെന്ന് ആരെങ്കിലും പറയും? അപ്പം ഈ മാധ്യമ ലാളന കിട്ടി വളർന്ന ഒത്തിരി നേതാക്കളുണ്ട്. അതേസമയം പൊരുതി വന്ന നേതാക്കൾക്ക്, ഇടതുപക്ഷത്തുള്ള നേതാക്കൾക്ക്, CPIMലെ നേതാക്കൾക്ക് അവർക്കൊരു വിമത പരിവേഷം കിട്ടുമ്പോൾ അതിനെ ആഘോഷിക്കാനും മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് സധൈര്യം ഈ വെല്ലുവിളികളെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോയ രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാധ്യമ ലാളന ഒട്ടും കിട്ടിയിട്ടില്ലാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. മാധ്യമ ലാളനയ്ക്ക് വേണ്ടി നിന്നുകൊടുക്കാൻ പിണറായി വിജയനെ കിട്ടത്തില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും സംഭാഷണ രീതിയും ഒക്കെ മാധ്യമങ്ങൾക്കൊരു അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
അപ്പോൾ ഞങ്ങളുടെ ചൊൽപ്പടിക്കല്ല, ഞങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ഒരു നേതാവിനെ ഞങ്ങൾ ഇങ്ങനെ കടന്നാക്രമിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഒരു അടിസ്ഥാനവും വേണ്ട, ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് മാപ്രകൾ കഴിഞ്ഞ വർഷവും തെളിയിച്ചു, ഈ വർഷവും തെളിയിക്കാൻ പോവുകയാണ്. അതേസമയം മറുവശത്ത് വിമത പരിവേഷം വന്നപ്പോൾ VS കിട്ടിയ മാധ്യമ ലാളന, അത് VS അങ്ങോട്ട് പോയി ചോദിച്ചൊന്നുമല്ല. VSന്റെ അടുത്ത് ഈ റാണിയുടെ അടുത്ത് തേനീച്ചകൾ കൂട്ടം കൂടുന്നത് പോലെ VS ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ CPM തകർക്കാമെന്നൊരു വ്യാമോഹത്തിൽ മാപ്രകൾ മുഴുവൻ ഒന്നിച്ചു, മുഖ്യധാരാ മാധ്യമങ്ങൾ. അതാണ് ചരിത്രം. എന്നിട്ടും വിജയിച്ചില്ലല്ലോ. പാർട്ടി ഒറ്റക്കെട്ടായി. CPIM ഇപ്പോൾ വിഭാഗീയത ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോൾ 2023 24 കിടക്കുമ്പോൾ കേരളത്തിലെ കെട്ടുറപ്പുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം അത് CPIM ആണെന്ന് CPIM അടിവരയിട്ട് തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസ് എവിടെയാണ്? പിന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ AK ആന്റണി ഉൾപ്പെടെ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മാധ്യമ ലാളനയുടെ സൃഷ്ടികളല്ലേ. അതിന്റെ സൂത്രധാരൻ കഴിഞ്ഞ ദിവസം പിണറായി സർക്കാരിനെ ആക്രമിച്ചിട്ടുണ്ട്. കുറേ വർഷം പിണറായി സർക്കാരിന്റെ ആനുകൂല്യം പറ്റി AK സെന്ററിൽ എല്ലാ സൗകര്യങ്ങളിലും പിന്നെ ഇടപഴകി അപ്പുറത്ത് പോയിട്ട് CPIM ചീത്ത വിളിക്കുന്ന ചെറിയാൻ ഫിലിപ്പിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒരു കാലത്ത് ചാനലുകളും ഓൺലൈനും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, പത്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രധാന ജോലി എന്തായിരുന്നു? പ്രസ്താവന എഴുതുക. AK ആന്റണി പറയുന്ന രീതിയിൽ പ്രസ്താവന എഴുതിയിട്ട് AK ആന്റണിയുടെ ഒപ്പ് വരച്ചിട്ട് അതിൻ്റെ സൈക്ലോസ്റ്റൈൽ കോപ്പി എടുത്തിട്ട് സർവ്വ പത്ര ഓഫീസുകളിലും പോയിട്ട് അത് കൊടുക്കുക. AK ആന്റണിയുടെ പ്രസ്താവന ഓരോ വിഷയത്തിലും. അത് വലിയ പ്രാധാന്യത്തോടെ പത്രങ്ങൾ കൊടുത്തുകൊടുത്ത് മാധ്യമ സൃഷ്ടിയിലൂടെ ഒരു ഇമേജ്, ഒരു ഹാലോ എടുത്ത ആളാണ് AK ആന്റണി. അതിന് ചെറിയാൻ ഫിലിപ്പ് വഹിച്ച പങ്ക് നമുക്കെല്ലാം അറിയാം. പിന്നെ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ മാധ്യമ ലാളന എത്രയോ അധികമാണ്. അവിടെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വേറിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇത്ര പിണറായി വിരോധം? ഈ മാപ്രങ്ങളെല്ലാം ഇത് എഴുതി ജനങ്ങളിൽ ഒരു ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിണറായി കോടികൾ കട്ടുമുടിച്ച് സമ്പാദിച്ചു, പിണറായിയുടെ കുടുംബം അത് ചെയ്തു, ഇത് ചെയ്തു, എത്ര കഥകൾ. പോട്ടെ, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം ഈ 2024. ഇനി മൂന്നാമതൊരു പ്രസ്ഥാനം ഉണ്ട്, അതും പറയാതെ പോരുത്. BJP, കേരള BJP എന്താണെന്ന് കേന്ദ്ര നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് അവരെ വേദിയിലിരുത്തിയാണ് കഴിഞ്ഞ ദിവസം ദേശീയ നേതാവെന്ന് പ്രസംഗിച്ചത് തൃശ്ശൂര്. ഇവിടെ BJPയിൽ എത്ര ഗ്രൂപ്പാണ്? K സുരേന്ദ്രന് പിന്നെ ശോഭാ സുരേന്ദ്രനും ശത്രുക്കള്, വേറെ ചില നേതാക്കള് ഇവരെ കണ്ടാൽ അതും ശത്രുക്കള്, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പ്. BJPയിൽ തന്നെ ഗ്രൂപ്പ് കളിയില്ലേ? അതുകൊണ്ടാണ് BJP രക്ഷപ്പെടാത്തത്. അപ്പൊ ഈ മൂന്ന് പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ CPIM, കോൺഗ്രസ്, BJP, ഇതിൽ കെട്ടുറപ്പോടെ നിൽക്കുന്ന പ്രസ്ഥാനം CPIM തന്നെയാണ് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇനി നാലാമത് ഒന്നുകൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് മലപ്പുറത്ത്, മലബാറിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. ആ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻടാക്റ്റാണ്. പലപ്പോഴും ഇൻടാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വിള്ളലുകൾ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. പക്ഷേ സമീപകാലത്ത് ലീഗ് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ ചില വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾക്ക് ശക്തി പകരും. വിള്ളലുകൾ ഉണ്ടാക്കും എന്നല്ല ഞങ്ങൾ പറയുന്നത്, ഉണ്ടാവാം, അത് ശക്തി പ്രാപിക്കും. ഞങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, ഈ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ സമസ്ത എടുത്ത നിലപാട്. സമസ്തയുടെ നിലപാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കാൻ ലീഗിന് സാധിക്കത്തില്ല. കാരണം സമസ്തയുടെ കുട്ടിയാണ് ലീഗ്. അപ്പൊ ലീഗിൽ ചില അസ്വാരസ്യങ്ങൾ പ്രതീക്ഷിക്കാം 2024. അത് ഏത് അറ്റം വരെ, ഏത് ഘട്ടം വരെ പോകും? ലീഗ് UDF വിടുമോ? ലീഗ് LDFിലേക്ക് വരുമോ? അല്ലെങ്കിൽ LDF ലീഗിനെ വിട്ടുവന്നാൽ സ്വീകരിക്കുമോ? UDF വിട്ടുവന്നാൽ സ്വീകരിക്കുമോ?
അങ്ങനെ സ്വീകരിച്ചാൽ LDF-ന്, CPIM-നും അല്ലെ ഇടതുമുന്നണിക്ക് എന്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും? ആദ്യം ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും? ഇനി വരാനിരിക്കുന്ന 2 കൊല്ലം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കാൻ പറ്റും? ഇപ്പം ലീഗിൻ്റെ നിലപാട് നിർണായകമാണ്. ഈ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലീഗിൽ പുതിയ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിനെ അധികരിച്ചുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം, ലീഗ് LDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനും 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഇലക്ഷനും LDF-ന് ഒരു സ്വീപ്പ് വിക്ടറി ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ LDF-നെ നേരിടാനുള്ള രാഷ്ട്രീയ ബലം, ഞാൻ ആ വാക്കാ ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയ ബലം ഇപ്പോൾ UDF-നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിനില്ല, BJP-ക്കും ഇല്ല. ലീഗ് UDF വിട്ടാൽ UDF എന്നത് കേരളത്തിലെ UDF ഒരു സ്കെലിറ്റൻ മാത്രമാകും, ഒരു അസ്ഥികൂടം മാത്രമാകും. അതിൻ്റെ മാംസവും മജ്ഞയെല്ലാം ചോർന്നു പോകുന്ന ഒരവസ്ഥയാകും ലീഗ് UDF വിട്ടാൽ. അപ്പം അത് സംഭവിക്കുമോ എന്നുള്ളത് 2024 കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കാത്തിരിക്കാം.